ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാതെ നിവർത്തിയില്ല. അതേ പ്രകാശിനെ നെട്ടി കിട്ടിയില്ല. വേറെ ആരില്ല, ഇന്റർവ്യൂ വേറെ ആരില്ല. ഇങ്ങനെ പറഞ്ഞുവിടാൻ ചേച്ചി കല്യാണം കഴിഞ്ഞ് വന്നപ്പോ മുതൽ ചേട്ടനോട് ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. ഉടനെ തന്നെ എനിക്ക് പണി തന്നല്ലോ. നമ്മൾ ഉടനെ തന്നെ പ്രഗ്നന്റ് ആയി, കുട്ടികൾ പണി തന്ന്. ഒരു തവണ എങ്ങാണ്ട് ജീവിതത്തിൽ ഒരു ചുരിദാർ മേടിച്ചു തന്നിട്ടുണ്ട്. ഒരു തവണ ഒരു ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും മേടിച്ചു തന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു സാധനം പോലും സ്വന്തം കൈ കൊണ്ട് ഇതുവരെ മേടിച്ചു തന്നിട്ടില്ല. പെണ്ണ് കാണാൻ വരുവാ. പോരുന്ന വഴിക്ക് ഒരാളെ കണ്ടിട്ട് ഒരേ ദിവസം പിന്നെ നോക്കി കഴിഞ്ഞപ്പോ കയ്യില് നല്ല നവരത്നത്തിന്റെ മോതിരമൊക്കെ കിടക്കാൻ, കള്ളി റാഡോ വാച്ചുണ്ട്, കാലി കിടക്കണത് നോക്കിയപ്പോ നല്ല വുഡ്ലാൻഡ്സിന്റെ ഷൂ ആണ്. സ്വർണ്ണക്കട ഉണ്ട്, മാരുതി 800 കാറും ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഫോൺ ചെയ്യണത് എസ് ടി ആണ്. അവസാനം ഇവിടുന്ന് കോൾ മുതലാണ് 25,000 ബില്ലായി തന്നെ. അന്ന് 25,000 എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ. അന്ന് 20,000 രൂപ ഫോൺ വിളിച്ചാണ് ഉറങ്ങിപ്പോ. ഏത് ലാൻഡ് ഫോണേ. വേറെ കുറെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വന്ന പല ഗ്രൂപ്പും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പേര് തുടങ്ങിയ സമയത്ത് നമ്മൾ കേട്ടതല്ലാതെ ഇന്നും ഇത്രയും വർഷങ്ങളായിട്ടും ജ്വലിച്ച് നിൽക്കുന്ന പേര് പറക്കാട്ട് തന്നെയാണ്. എന്താണ് പ്രകാശ് ചേട്ടാ ഇതിന്റെ പിന്നിൽ? ക്വാളിറ്റി നമ്മളെ പോലെ നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി സർവീസ് ആഫ്റ്റർ സെയിൽസ് സർവീസ്. എങ്ങനെയും പൈസ വാങ്ങിച്ചെടുക്കണം ചിന്തയില്ല. ലാഭം മാത്രമല്ല, ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു പാഷനി ചെയ്യുക. അത് കൂടാതെ തന്നെ ആ ഒരു എന്താണോ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്, നമ്മൾ അത്രയും അവരെ ഹാപ്പി ആക്കുക, നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കുക. ഫസ്റ്റ് പ്രിഫറൻസ് അതിനേ ഉള്ളൂ. കാശൊക്കെ നമുക്ക് വന്നോളും, അത്രേ ഉള്ളൂ. ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു 500 രൂപ ബാങ്ക് ലോൺ എടുത്ത് തുടങ്ങി വെച്ചതാണ് ആള് ഈ ഒരു സംഭവം. ഞാനിങ്ങനെ പൊങ്ങിയടിച്ചൊക്കെ നിക്കണം മാത്രമേ ഉള്ളൂ, നമ്മളൊന്നും അല്ല. ആളാണ് ഇതിന്റെ ബിന്ദു. സാധാരണ ഈ 7 മണിക്കൊക്കെ ഗോൾഡ് ജുവലറി ഒക്കെ അടച്ചു പോവില്ലേ, ഷട്ടർ ഇടൂല്ലോ. പിന്നെന്താ വീട്ടിൽ വരാത്ത? അപ്പൊ എന്താന്ന് വെച്ചാ ഈ ഗോൾഡ് ഒക്കെ ഉണ്ടാക്കി കല്യാണത്തിന്റെ തലേദിവസം ആയിരിക്കും ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത്, അങ്ങനെയാണ്. അതെ അതെ. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യരെ കാണാൻ കിട്ടാൻ ഇത്തിരി കുറവാണ്. ഓ, സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ പറയാതിരിക്കാൻ പറ്റും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇന്ന് ബിഹൈൻഡ് ദ സക്സസിൽ വലിയൊരു സക്സസ് ജേർണി പറയാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, പറക്കാട്ട് ഗ്രൂപ്പിന്റെ എല്ലാമായ നമ്മുടെ സ്വന്തം പ്രകാശ് ചേട്ടനും പ്രീതി ചേച്ചിയാണ്. ശരിക്കും ഇവരെ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാവുക പ്രകാശ് ചേട്ടൻ അയ്യോ എനിക്കറിയാം കയ്യില് കുഷിനെടുത്ത് വയറാണ്ടിക്കാൻ വേണ്ടിയാ. എന്റെ അല്ല പ്രീതിയുടെ. എന്നെ അപമാനിക്കാൻ തുടങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഇന്റർവ്യൂ ഒക്കെ ടേക്ക് ഓഫ് ചെയ്തപ്പോ തന്നെ പ്രകാശ് ചേട്ടൻ ഫുൾ ഓൺ സ്വിംഗിലാണ്. അല്ലാതെ പ്രകാശ് ചേട്ടന്റെ വയറില്ല, ഞാൻ സ്ലിം ബ്യൂട്ടി അല്ലേ. അതെ അതെ അതെ. ബ്രാസിന്റെ ഒരു 2 സൈസ് കുറവുള്ള ഷർട്ടേ ഇടുള്ളൂ. കുറച്ചുകൂടെ യങ്ങാവാൻ, കുറച്ചുകൂടെ ചുരുങ്ങാൻ. പിടിച്ചേക്കണല്ലോ. അല്ല ചേച്ചി അറിയില്ല, മനുഷ്യൻ നിങ്ങൾക്ക് പ്രായമായില്ലേ, കുറച്ചും കൂടി തിളക്കങ്ങളൊക്കെ കുറച്ച്. അതിപ്പോ ഞാനും ഒരുവിധം തിളക്കണോണ്ട് പിന്നെ എനിക്ക് അത് പറയാൻ പറ്റത്തില്ല. അല്ല 38 വയസ്സല്ല പ്രായമൊന്നുമല്ല. എത്ര? 38 വയസ്സ്. മോന് 30 വയസ്സായ. ഈ ചേച്ചി ചേട്ടന്റെ കാര്യങ്ങൾ ഫുൾ എല്ലാം തുറന്ന് പറയൂ ഇവിടെ. ഞാൻ പൊട്ടിക്കാൻ പോകുക, എല്ലാം പൊട്ടിക്കാണ്. പരിപാടിയാണ്. രണ്ടും കൽപ്പിച്ചാൽ നിങ്ങൾ വന്നേ. യെസ്, അതെ, രണ്ടും കൽപ്പിച്ച് തന്നെ. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര നമുക്ക് കൊതി തോന്നുന്ന ഒരു കപ്പിളാണ് ഇവര് രണ്ടുപേരും. ദൈവാനുഗ്രഹത്തോടെ രണ്ടുപേരും എപ്പോഴും ഇതുപോലെ നല്ല ചിരിച്ച് തന്നെ നിൽക്കട്ടെ. അപ്പൊ ഈ ഒരു യാത്ര തുടങ്ങിയത്, പറക്കാട്ട് എന്നുള്ള പേര് നമ്മൾ എല്ലാരും കേട്ട് തുടങ്ങിയത് ഫസ്റ്റ് എന്താ പറയാ ജ്വല്ലറിയിൽ നിന്നാണ്. അതും 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണാഭരണം എന്നുള്ള ടൈറ്റിലോട് കൂടി പറക്കാട്ടിന്റെ ഒരുപാട് ചെറുതും വലുതുമായ ഷോറൂമുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് പറക്കാട്ടിന്റെ പേര് നമ്മളിലേക്ക് എത്തുന്നത്. ഒപ്പം കോമ്പറ്റീറ്റേഴ്സ് വേറെ കുറെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വന്ന പല ഗ്രൂപ്പും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പേര് തുടങ്ങിയ സമയത്ത് നമ്മൾ കേട്ടതല്ലാതെ ഇന്നും ഇത്രയും വർഷങ്ങളായിട്ടും ജ്വലിച്ച് നിൽക്കുന്ന പേര് പറക്കാട്ട് തന്നെയാണ്. എന്താണ് പ്രകാശ് ചേട്ടാ ഇതിന്റെ പിന്നിൽ? ക്വാളിറ്റി നമ്മളെ പോലെ അത് വേണ്ടായിരുന്നു. ആണ് പ്രകാശ് ചേട്ടാ ശരിക്കും ഒരു കാരണവശാലും കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി സർവീസ് ആഫ്റ്റർ സെയിൽസ് സർവീസ്. എങ്ങനെയും പൈസ വാങ്ങിച്ചെടുക്കണം ചിന്തയില്ല.
ആഫ്റ്റർ സർവീസ് എപ്പോഴും മസ്റ്റാ, ഓക്കെ. അതുപോലെ ക്വാളിറ്റി. ലാഭം മാത്രമല്ല, ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു പാഷനി ചെയ്യുക. ആ. അത് കൂടാതെ തന്നെ ആ ഒരു എന്താണോ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്, നമ്മൾ അത്രയും അവരെ ഹാപ്പി ആക്കുക, നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കുക. ഫസ്റ്റ് പ്രിഫറൻസ് അതിനുള്ളൂ, കാശൊക്കെ നമുക്ക് വന്നോളൂ, അത്രേ ഉള്ളൂ. ഓ ഓക്കെ. പ്രകാശ്, ഈ ഒരു യാത്രയെക്കുറിച്ച് ഒന്ന് പറ. പ്രകാശന്റെ അച്ഛനായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ റൺ ചെയ്ത് വന്ന ഒരു ജ്വല്ലറി ഇതൊന്നും അല്ല ഇത്. ഡിഗ്രി കഴിഞ്ഞ ശേഷം തുടങ്ങിയ ബിസിനസ് അത്. ഏതിനു ശേഷം? ഡിഗ്രിക്ക് ശേഷം. ഓക്കെ. ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു 500 രൂപ ബാങ്ക് ലോൺ എടുത്ത് തുടങ്ങി വെച്ചതാണ് ആള് ഈ ഒരു സംഭവം. ഞാനിങ്ങനെ പൊങ്ങിയടിച്ചൊക്കെ നിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളൊന്നും അല്ല. ആളാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു. അങ്ങനൊന്നുമില്ല. തുടക്കം ആദ്യം ഫസ്റ്റ് ജ്വല്ലറി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ഗ്രാം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും എതിർപ്പായിരുന്നു. ജ്വല്ലറി നല്ലൊരു സെയിൽ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ 1 ഗ്രാമിലേക്ക് മാറിയത്. അപ്പൊ ചോദിച്ചാൽ എന്തിനാ ഇത് ആവശ്യമില്ലാത്ത പേടിക്ക് പോണത്, ഇത് നല്ല ബിസിനസ് ആണല്ലോ. അപ്പൊ എല്ലാവരും എതിർപ്പായിരുന്നു, ഞാൻ ഉൾപ്പെടെ. തുടക്കം കാരണം ഗോൾഡ് ജ്വല്ലറി, നമ്മൾക്ക് 2 ഗോൾഡ് ജ്വല്ലറി ഉണ്ടായിരുന്നു. അതിപ്പോ നല്ല ബിസിനസ്സും ഉണ്ട്. 10ഓളം വലിയ ജ്വല്ലറികൾ ഉള്ളപ്പോഴ് നമ്മൾ ചെറിയ സ്റ്റോക്ക് വെച്ചിട്ട് ചെറിയ ജ്വല്ലറി ആയിരുന്നെങ്കിലും അവിടെ ഇങ്ങനെ ആളുകൾ ക്യൂ നിൽക്കുമായിരുന്നു ഗോൾഡ് വാങ്ങാൻ വേണ്ടിട്ട്. നല്ലൊരു ബിസിനസ് മാൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ മൈൻഡ് അനുസരിച്ച്. ഇപ്പൊ അവർക്ക് കല്യാണത്തിന്റെ തലേ ദിവസമൊക്കെ ആള് വീട്ടിൽ കൊണ്ടുവന്ന്, ഇവിടെ വീട്ടിൽ വരില്ല ഒരു ദിവസം സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ചോദിക്കും, സാധാരണ ഈ 7 മണിക്കൊക്കെ ഗോൾഡ് ജ്വല്ലറി ഒക്കെ അടച്ചു പോവില്ലേ, ഷട്ടർ ഇടൂല്ലോ, പിന്നെന്താ വീട്ടിൽ വരാത്ത? അപ്പൊ എന്താന്ന് വെച്ചാ ഈ ഗോൾഡ് ഒക്കെ ഉണ്ടാക്കി കല്യാണത്തിന്റെ തലേ ദിവസം ആയിരിക്കും ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത്, അങ്ങനെയാണ്. അതെ അതെ. കള്ളത്തരം പറഞ്ഞു. അപ്പൊ വീട്ടിൽ വരുമ്പോ രാത്രി 11 മണി 12 മണിയാവും. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ ഇത്, എല്ലാ ജ്വല്ലറിക്കാരും 8 മണി 9 മണി ആവുമ്പോ അടച്ച് വീട്ടിൽ വരൂല. അതെ അതെ, അങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഞാനാ. ശരിക്കും ഒതുക്കി. കാരണം ജ്വല്ലറി തുടങ്ങുന്ന സമയത്ത് ഈ 1 ഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് ഞാനും ചോദിച്ചു, എന്തിനാ നല്ല ഗോൾഡ് ജ്വല്ലറിയുടെ ബിസിനസ് ഉള്ളപ്പോ നമ്മളിങ്ങനെ ഒരു ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് എന്തിനാ പോകുന്നത്? നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? കാരണം ഇതിന് ബിസിനസ് ഉണ്ട്. പക്ഷെ പ്രാസന്റ് അതിന്റെ എന്താ പറയാ, നമുക്ക് അത്രയും അതിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല. തോട്ട് പ്രോസസ് യുണീക്ക്, സംതിങ് സ്പെഷ്യൽ, സംതിങ് യുണീക്ക്. പിന്നെ അതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ഈ ഒരുപാട് കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്നിട്ട് ആ മാല ഇഷ്ടപ്പെട്ടു അതെടുത്തേന്നൊക്കെ പറഞ്ഞ് എടുക്കുമ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ ഇത് എത്ര പവനാവോ, അപ്പോൾ ഇത് 4 പവനുണ്ടോ, അയ്യോ എനിക്ക് അത്രയും ബഡ്ജറ്റില്ല, ഒരു 2 പവൻ വാങ്ങാനുള്ളതുള്ളൂ, അല്ലെങ്കിൽ 1 പവൻ വാങ്ങാനുള്ളതുള്ളൂ. അപ്പൊ അവര് ഒരു ആഭരണം ഇഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങാൻ പറ്റാതെ കുറഞ്ഞ വിലയിലുള്ള ഒരു ഓർണമെന്റ് വാങ്ങിക്കൊണ്ട്, കുറഞ്ഞ തൂക്കത്തിലുള്ള ഒരു ഓർണമെന്റ് വാങ്ങിക്കൊണ്ട് അവര് സാറ്റിസ്ഫൈഡ് ആവാതെ ഇല്ല. അങ്ങനെയില്ല. നമ്മളിപ്പോ നല്ല വലിയ ജ്വല്ലറി ഒക്കെ കാണുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നും, പക്ഷെ അത്ര സ്വർണ്ണത്തിൽ വാങ്ങാൻ ചിലപ്പോ നമ്മുടെ പോക്കറ്റിൽ പൈസ കാണില്ല. അപ്പോ പ്രാസന്റ് എന്നും അങ്ങനെ പറയുമായിരുന്നു, ഈ സാധാരണക്കാരുടെ ആഗ്രഹം ഒന്ന് സാധിക്കാൻ എന്ത് ആഭരണം ആഗ്രഹിച്ചാലും അത് അണിയാൻ പറ്റണം. പക്ഷെ ഇങ്ങനെ ഇമിറ്റേഷൻ ആണെന്നൊന്നും തോന്നരുത്, ഒരു കോൺഫിഡൻസോട് കൂടി ഇടാൻ പറ്റണം, നല്ല ക്വാളിറ്റി വേണം. അങ്ങനെ ഒരു ഓർണമെന്റ് വേണമായിരുന്നു എന്നും പറയുമായിരുന്നു. ആ സമയത്താണ് 2 വർഷം നമ്മളിത് പരീക്ഷിച്ചതിന് ശേഷമാണ് ഇത് പുറത്തിറക്കിയത്. പക്ഷെ ചേട്ടന് ഇങ്ങനെ ഒരു ഐഡിയ തന്നെ അന്ന് വേറൊന്നും അങ്ങനെ വളരെ ചുരുക്കം. ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങിയത് പ്രകാശേട്ടനാണ് ആഭരണമായിട്ട് ഇറക്കിയത്. ഇതിന്റെ ഈ ഫൈബറിലായിരുന്നു ഇറക്കിയത്. നമ്മൾ പിന്നെ നമ്മുടെ ആഭരണത്തിൽ ഇത് ചെയ്ത് നമ്മളെ തട്ടന്മാരെ വരുത്തി അത് ചെയ്ത് ഇങ്ങനെ ആക്കിയത് നമ്മളാണ്. അതെ. ഒരു സ്വർണ്ണലോകം എന്ന് പറയുന്ന എക്സിബിഷനിൽ നിന്നാണ് ഒരു ത്രെഡ് കിട്ടുന്നത്. ഒരു ഗണപതി വിഗ്രഹം അവിടുന്ന് 5 പവന്റെ പൊലിമയൊക്കെയുള്ള നല്ല വലിയൊരു വിഗ്രഹം. വെറും അന്ന് 1 ഗ്രാം സ്വർണത്തിന് എനിക്ക് തോന്നുന്നത് തങ്കത്തിന് 350-400 രൂപയെ വിലയുള്ളൂ. അപ്പോൾ 1500 രൂപയ്ക്കോ 1600 രൂപയ്ക്കോ ഒരു വിഗ്രഹം വാങ്ങിക്കൊണ്ട് വന്നു. ഞാനും കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, അയ്യോ ഇത്രയും 5 പവന്റെ ഒക്കെ വലിപ്പമുള്ള ഒരു വിഗ്രഹമൊക്കെ നമ്മൾ ചെറിയ ജ്വല്ലറിക്കാരല്ലേ, നമുക്ക് തന്നെയാണെങ്കിലും അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. പ്രീതി ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ലതൊക്കെ സൂപ്പറാണ്, പക്ഷെ ഇത്രയും കാശ് നമ്മൾ ഇതിലേക്ക് ഇറക്കാൻ പറ്റുമോ നമുക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ ഇതിങ്ങനെ ഒരു വേറൊരാശയം. അപ്പോൾ ലെയേർഡ്
എന്നുള്ള ഒരു ഇത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ പ്രകാശനാണ് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഇതേപോലെ ഒരു ആഭരണം. അതിന് മുമ്പ് ഉണ്ടായിരുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഫൈബർ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് വരുന്ന ഓർണമെന്റ് ജ്വല്ലറികളിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് വലിയ ജ്വല്ലറികളിലാണ് വന്നിരുന്നത്. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഊരി മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ അതിങ്ങനെ എന്താ പറയാ, നമുക്ക് 5 പവനൊക്കെ തോന്നും. ഊരി തന്നു കഴിയുമ്പോൾ ഒരു പവന്റെ പോലും ഇതില്ല ഉള്ളില്. അതായത് പഴയ കാലത്തെ മേക്കാമോതിരം തോടയൊക്കെ പോലുള്ള ഒരു വർക്ക്. അപ്പോ അത് പക്ഷെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ പ്രാചൻ വീണ്ടും നല്ലൊരു മെറ്റൽ, അലർജി ഒന്നും ഉണ്ടാവാത്ത ഒരു മെറ്റല്, അപ്പൊ വെള്ളിയില് ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് റിയൽ ഗോൾഡ് പോലെ നല്ല ഫിനിഷിൽ ഓർണമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഈ ടെക്നോളജി അതിലേക്ക് അഡാപ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല, കോൺഫിഡൻസിൽ ഇടാം, കളറ് പോവില്ല, അലർജി ഉണ്ടാവില്ല. പിന്നെ ഓഫ് കോഴ്സ് കമ്പനി എല്ലാം വന്നപ്പോൾ നമുക്ക് സർവീസ്, ആഫ്റ്റർ സെയിൽസ് സർവീസ് കൊടുക്കാൻ പറ്റി. അങ്ങനെ പക്ഷെ ഇത്രയും വേറിട്ടൊരു ഐഡിയ ഒരു ചെറിയൊരു ഗണപതി വിഗ്രഹത്തിൽ നിന്നും ചേട്ടന് തോന്നണമെങ്കിൽ ചേട്ടൻ പഠിച്ചത് എന്താ, ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി പഠിച്ചിട്ട് അപ്പൊ ചേട്ടന്റെ ആഗ്രഹം എന്തായിരുന്നു? മുന്നില് ബിസിനസ്സുകാരനാവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അപ്പൊ കെമിസ്ട്രി പഠിക്കുകയും ചെയ്തു. അപ്പൊ അത് അമ്മയൊക്കെ ബിസിനസ് ആയിട്ടായിരുന്നല്ലോ. എന്തായിരുന്നു ബിസിനസ് ഉണ്ടായിരുന്നു. ഈ അരിയൊക്കെ ഇവിടെ അരി കൊടുക്കണവരുടെയൊക്കെ അരി കച്ചവടവും അങ്ങനെ ചെറിയ പലചരക്ക് കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്നു. കർഷക കുടുംബം ആണെങ്കിലും അതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രാചന്റെ തുടക്കം ആദ്യം ജാതിക്ക ജാതിക്കത്തോട്ടമുണ്ടോ ആദ്യത്തെ ജാതിക്ക പറിക്കുക ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ട്യൂഷൻ പഠിപ്പിക്കായിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികളെ മുട്ട നിർത്തിയേക്കുന്ന നല്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇഷ്ടംപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രാവശ്യം നല്ല വടിയൊക്കെ വെച്ച് നല്ല അടിയും കൊടുക്കുമായിരുന്നു. എല്ലാരെയും മുട്ട കുത്തി ചേർത്തായിരുന്നു. ഏത് ക്ലാസ്സിലുള്ള കുട്ടികളെയാണ് ട്യൂഷൻ പഠിപ്പിച്ചോണ്ടിരുന്നത്? 10ാം ക്ലാസ് വരെ. എന്നിട്ട് ഒരു തവണ പറഞ്ഞു കൊടുക്കും, പിന്നെ തെറ്റിച്ചാൽ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിക്കണമല്ലോ, പഠിക്കാൻ വേണ്ടിയല്ല നമ്മള് പഠിപ്പിക്കുന്നത്. നല്ല അടി കൊടുക്കുമായിരുന്നു. അപ്പൊ പിള്ളേർ ഇപ്പോഴും പറയും പ്രകാശൻ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലായിടത്തും ചെല്ലുമ്പോ പറയും നല്ല അടി വെച്ച് വരുമായിരുന്നു. ഭയങ്കര എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. പഠിക്കണമല്ലോ. അപ്പൊ എന്തൊക്കെ സബ്ജക്ട്സ് ട്യൂഷൻ എടുത്തോണ്ടിരുന്നത്? ഇംഗ്ലീഷ്. അത് ചേട്ടൻ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുകയാണോ അതോ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു? അതിന്റെ കൂടെ ചേട്ടൻ ഇപ്പൊ എന്തോ പറഞ്ഞു, ജാതിക്ക പറിച്ചോണ്ട് പോയിട്ട് എന്താ ചെയ്തത്? ജാതിക്ക തോട്ടമുണ്ടായിരുന്നു. ജാതിക്കയുടെ കച്ചവടം തുടങ്ങി. ജാതിക്ക വാങ്ങി ജാതി നഴ്സറി ആയി. അത് കഴിഞ്ഞപ്പോ പഴയ സ്വർണം എടുത്തിട്ട് വിൽക്കുന്ന അല്ലേ, പണയം ഇരിക്കുന്ന സ്വർണം പഠിച്ചോണ്ടിരിക്കുമ്പോഴാണോ? അത് കഴിഞ്ഞപ്പോ ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ ബിസിനസ്സിലേക്ക് വന്നു. പിന്നെ പഠനത്തിലേക്ക് പോയില്ല. അപ്പൊ ഇങ്ങനെ ഓരോന്നിലേക്ക് ഇറങ്ങി. അപ്പോ പിന്നീട് പഴയ സ്വർണ്ണം എടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്തു? പഴയ സ്വർണ്ണം അത് ഉരുക്കി അതിനൊരു മാർജിൻ ഉണ്ടല്ലോ, അങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ഒരു ജ്വല്ലറി തുടങ്ങി. അപ്പൊ ചേട്ടന്റെ അച്ഛനായിട്ട് അച്ഛൻ 4 വയസ്സുള്ളപ്പം. ഓക്കെ, ചേട്ടൻ 8ാമത്തെ മകനല്ലേ? അപ്പൊ ബാക്കി മുന്നോട്ടുള്ള ബാക്കി സിബ്ലിങ്സ് ഒക്കെ എന്താ ചെയ്തോണ്ടിരുന്നത്? ഒരാൾക്ക് ജോലി ഉണ്ടായി SRL-ആയിരുന്നു. പിന്നെ മൂത്തേട്ടൻ ബിസിനസ് ആയിരുന്നു, ഷാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരും ബിസിനസ് ആയിരുന്നു. കൂടുതലും ബിസിനസ് ആണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ചേട്ടനും എന്തായാലും ബിസിനസ് തന്നെ എന്നുള്ള രീതിയിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ചേട്ടന് ഒട്ടും ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഓക്കെ, പക്ഷെ ചേട്ടന്റെ മനസ്സിൽ എപ്പോഴും ഇത് ചെയ്യണം, ഇന്നത് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ ഫ്രണ്ട്സിന്റെ? അത് എന്താ പറയാ, ഒന്നും അല്ലാതിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്ന കേട്ടോ, ഞാൻ വന്നപ്പോഴത്തേക്കും ഗോൾഡ് ജ്വല്ലറി ഒക്കെ ആയില്ല. പക്ഷെ അതിനു മുമ്പും എല്ലാരോടും പറയുമായിരുന്നു എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ചെറിയ വീടൊക്കെ ആയിരുന്ന സമയത്തും പറയും, ഞാൻ 2 നില വീട് പണിയും, എന്റെ വീട്ടിലിങ്ങനെ പരിചാരകര് എനിക്ക് എല്ലാം ചെയ്തു തരാനൊക്കെ ആളുകൾ കാണും, ഞാൻ ബെൻസ് കാറ് വാങ്ങും. അങ്ങനെ ഭയങ്കര ഭയങ്കര ലക്ഷ്യം ബോധമുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ ഹാർഡ് വർക്കും ചെയ്യുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യരെ കാണാൻ കിട്ടാൻ ഇത്തിരി കുറവാ. സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന്
ഇങ്ങനത്തെ ഒരു ഉള്ളത് appreciation കിട്ടി. കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. പറ്റില്ലല്ലോ. അയ്യോ, ബേസിക്കലി മടിച്ചായിരുന്നു. ഞാൻ വന്നപ്പോ എനിക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് എവിടെയെങ്കിലും ഞാൻ MBA ഒക്കെ കഴിഞ്ഞു വന്നതാ, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം, ഒരു മാനേജർ ലെവലിൽ എവിടെയെങ്കിലും AC ഒക്കെ ഉള്ള നല്ല ഒരു ഇതിനകത്ത് ഇങ്ങനെ കേറി ജോലി ഇരിക്കണം. ചെയ്തിരിക്കണം. അത്രയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ചേച്ചി അടിമാലിക്കാണ്. അടിമാലിക്കാരിയാണ്. അല്ലേ? ആ. നമുക്ക് ഏതായാലും പെണ്ണ് കാണാൻ വന്നപ്പോഴത്തെ വിശേഷം എന്ന് പറയാം. വേറെ ഒന്നുമില്ലേ പറയാൻ. എത്രാമത്തെ പെണ്ണ് കാണലായിരുന്നു ചേച്ചി? പ്രകാശൻ എനിക്ക് തോന്നുന്നത് അന്ന് ചെറിയ ബിസിനസ്സുകാരനാണേലും നല്ല ബിസിനസ് ജുവലറിയിലുണ്ട്. അപ്പൊ പെണ്ണ് കാണാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 തവണ 3 ആഴ്ചകളില് എന്നെ റെഡിയാക്കി നിർത്തി. പെണ്ണ് കാണാൻ വരുവാന്ന് ദേ പറഞ്ഞു. വരുന്നു, ദേ വരുന്നു അതേ വരുന്നു എന്ന് പറയും. രാവിലെ പറയും വരും, വൈകിട്ട് 3 മണിക്ക് എത്തും. അപ്പൊ നമ്മള് റെഡിയൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും കോള് വരും. അതെ ഇന്ന് വരുന്നില്ല, ചെറുക്കന് ഇത്തിരി അത്യാവശ്യം ബിസിനസ് കാര്യമുണ്ട്, പോയേക്കും വന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 3 തവണ വരാൻ മുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കല്ലാതെ തന്നെ ബിസിനസ്സുകാർ വേണ്ടെന്നായിരുന്നു. കാരണം എന്റെ കുടുംബത്തില് ബിസിനസ് തന്നെയാ, അപ്പൊ ബിസിനസ്സുകാരാണ്. അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു MBA കാരിയാണ്. ഒരു MBA കാരനെയൊക്കെ കല്യാണം കഴിച്ച് വല്ല ഫ്ലാറ്റില് വല്ല എറണാകുളത്തൊക്കെ സെറ്റിൽ ആവും. എന്റെ മനസ്സിലോ സിറ്റിയിലോ അങ്ങനെയൊക്കെ വേറെ കാര്യം വേണ്ട. നടന്നില്ല. അപ്പൊ പെണ്ണ് കാണാൻ വരുവാന്ന് പറഞ്ഞ് 3 തവണ പറ്റിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു എന്റെ കൊച്ചച്ഛൻ തന്നെയാണ് പ്രപ്പോസൽ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൊച്ചച്ച ഇപ്പൊ തന്നെ കണ്ടില്ലേ ബിസിനസ്സുകാരൊന്നും വേണ്ട, ഇവര് ശരിയാവൂല, ഇവര് നമുക്ക് ഏതായാലും വേണ്ട, എനിക്ക് ഏതായാലും ഒരു MBA ഒക്കെ കഴിഞ്ഞ ഒരാള് മതി, അങ്ങനെ ജോലിക്കാരൻ മതി, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാ അന്റെ 3-ാമത്തെ ആഴ്ച കഴിഞ്ഞ് പെണ്ണ് കാണാൻ വരുവാ. അപ്പൊ പോരുന്ന വഴിക്ക് ഒരാളെ കണ്ടിട്ട് വേറെ മൂന്നാമത്തെയാണോ? മൂന്നാമത്തെ ഒരേ ദിവസം. സമയമില്ല നമുക്ക്. ഞാൻ ആകെ ഒരു പ്രാവശ്യം പെണ്ണെണ്ണം പോയുള്ളൂ. എന്നിട്ടുണ്ടല്ലോ തീർന്നിട്ടില്ല. അവിടെ വന്ന് പെണ്ണ് കാണാൻ വന്നിട്ട് തൊട്ടപ്പുറത്ത് തന്നെയുള്ള എന്റെ റിലേറ്റീവ് ഈ കൊച്ചച്ഛൻ എന്റെ കല്യാണം ആലോചിച്ച കൊച്ചച്ഛന്റെ തന്നെ കൊച്ചമ്മയുടെ വീട്ടിലെ പെങ്കൊച്ചിനെയാണ് കണ്ടിട്ട് വന്നേക്കുന്നത്. അത് ഞാൻ ഓർക്കല്ല. അപ്പൊ ആളെയും കണ്ടിട്ട് വന്നിട്ട് ആൾക്ക് ഓർമ്മയുണ്ട്. അവിടെയും വന്ന് കണ്ടിട്ട് ഇവിടെയും വന്ന് പെണ്ണും കണ്ട് ഇതങ്ങനെ മനസ്സിൽ തീരുമാനിച്ചു ചേച്ചിനെ. ഇവിടെ വന്നപ്പോ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തോ അപ്പോ ഞാനാണെങ്കി 3-ാമത്തെ തവണയൊക്കെ ആയപ്പോഴത്തേക്ക് ഇനി വന്നാലും ഈ കല്യാണം നടക്കരുതെന്നാണല്ലോ നമ്മുടെ മനസ്സിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഉണ്ണിയപ്പൊക്കെ അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. 2-3 ആഴ്ചയായിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതൊക്കെ ഇരിക്കട്ടെ, ഇതൊക്കെ കൊടുത്താൽ മതി, ഇതേതായാലും നടക്കാൻ പോലുള്ള ഇതൊക്കെ കൊടുത്തു വിട്ടാൽ മതി എന്നും പറഞ്ഞ് ഞാൻ നല്ല ഉണങ്ങിയ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവച്ച് എല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്തൊക്കെ വെച്ചു. എന്നിട്ട് ആള് വന്നിരുന്നപ്പോ തന്നെ നമ്മുടെ വീട്ടുകാര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഒരു ഇന്റർവ്യൂവിന് വന്ന് നിൽക്കുവാണല്ലോ, കൊച്ചന്മാര് 8 പേരുണ്ട്. അവര് അതിന്റെ മുകളിലുള്ള ജനറേഷനും ഉണ്ട്. അവരെല്ലാരും ഇങ്ങനെ വന്ന് നിൽക്കുക. എല്ലാരും ക്വസ്റ്റ്യൻ ആൻസറിങ് സെക്ഷനാണ്. അപ്പോ വേഗം തന്നെ ആളെ ഇരുത്തിയിട്ട് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഒരാള് പേരെന്താ, അപ്പൊ പ്രാശന് ഒരു ഉണ്ണിയപ്പം എടുത്ത് ഇങ്ങനെ വായിലേക്ക് വെച്ചപടി അത് ഉള്ളിലേക്ക് പോയി, വായില് കിടന്ന് ഇവിടെ വന്ന് പെട്ടുപോയി. അപ്പത്തേക്കാണ് ക്വസ്റ്റ്യൻ. ഒരാൾ ചോദിക്കും പ്രകാശ് കടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അടുത്ത ചോദ്യം വരിക, പ്രകാശ് എന്താ ചെയ്യുന്നേ? അപ്പത്തേക്കും ഉണ്ണിയപ്പം ഇങ്ങനെ വായി കിടന്ന് ഓടുക, ഇത് കടിച്ചാ പൊട്ടോ എനിക്കറിയോ ചെയ്യാം. ഞാൻ ഇപ്പുറത്തെ ഡോറിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങനെ ഞാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാനിത് കഴിഞ്ഞപ്പോ എന്റെ അച്ഛനുമായിട്ട് ഇരുന്ന ആള് സംസാരിക്കുന്ന ഞാൻ കേട്ടു. അപ്പൊ ഞാനിങ്ങനെ സ്വയം ബിൽഡ് ചെയ്ത് വന്ന ആളാണെന്നും ആളുടെ വിഷനും പിന്നെ നോക്കി കഴിഞ്ഞപ്പോ കയ്യില് നല്ല നവരത്നത്തിന്റെ മോതിരമൊക്കെ കിടക്കാൻ, റാഡോ വാച്ച് ഉണ്ട് കയ്യില്. പിന്നെ നോക്കിയപ്പോ കാലി കിടക്കണത് നോക്കിയപ്പോ നല്ല വുഡ്ലാൻഡ്സിന്റെ ഷൂ ആണ്. കൊഴപ്പില്ല. അപ്പൊ സ്വർണ്ണക്കടയുണ്ട്. അപ്പൊ ഏതായാലും മാരുതി 800 കാറും ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല നോക്കിയപ്പോ. അപ്പൊ ഞാൻ പിന്നെ പതുക്കെ ചെന്നിട്ട് നോക്കിയപ്പോ അത്യാവശ്യം സുന്ദരനാണ്. പിന്നെ എന്നെ കഴിഞ്ഞ് നല്ല ഇപ്പത്തെ പോലെ അല്ല, പാട് സ്ലിമ്മായി. എനിക്ക് വണ്ണം വെച്ചു, ആൾക്ക് വണ്ണം ഒക്കെ ഇച്ചിരി ഉണ്ട്, നല്ല തുടുത്തായിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഏതായാലും വണ്ണം വെക്കുന്ന ആളാ, വണ്ണം ഒക്കെ ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല, എനിക്ക് ബാലൻസ് ചെയ്ത് പൊക്കോളും. എന്നാ പിന്നെ ഇത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. മുടി കണ്ടമാനുണ്ട്, ഒരുപാട് മുടിയൊക്കെ ഉണ്ട്. അപ്പോ
എന്നാ പിന്നെ ഇതങ്ങ് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഉണ്ണിയപ്പം മാത്രമല്ല കൊടുത്തേ, പിന്നെ കൊണ്ടുവന്ന് നല്ല ലിറ്റിൽ ഹാർട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്ന ഒരു തള്ള് ലിറ്റിൽ ഹാർട്ടിന്റെ ബിസ്ക്കറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ആദ്യം മാറ്റി വെച്ചതാ. പിന്നെ വർത്താനം പറയുന്നതൊക്കെ കേട്ടപ്പോ എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഞാൻ വേഗം തന്നെ ഇത് കൊണ്ടുവന്നു. നമ്മള് പാവാന്ന് മനസ്സിലായി. അയ്യോ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അവിടെ പ്രേമം പൂവിട്ടു അല്ലേ? പിന്നെ ശരിക്കും പറഞ്ഞ ഞങ്ങളെ കയ്യോടെ പിടിച്ചിട്ടുണ്ട്. എപ്പോഴാന്നറിയോ? വേറൊന്നുമില്ല, ഇപ്പത്തെ കാലത്തെ പോലെയൊന്നുമില്ല. അന്ന് STD കോളോ ഇടുക്കി ജില്ല ഫോൺ ചെയ്യണത് STD ആണ്. അവസാനം ഇവിടുന്ന് കോള് മുതലാണ് ഇവിടെ ഇതിന്ന് എത്ര 25,000 ബില്ലായി. അന്ന് 25,000 എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ. അന്ന് 25,000 രൂപ ഫോൺ വിളിച്ചേർന്ന് ഉറങ്ങിപ്പോ, ഫോൺ കട്ടാവൂല, ഉറങ്ങിപ്പോ. ഏത് ലാൻഡ് ഫോണേ അന്നുള്ളൂ, അന്ന് മൊബൈലൊന്നും ഇല്ല. എന്നിട്ട് ബില്ല് വന്നത് എവിടെയാന്നറിയോ? നമ്മളുടെ പ്രാസന്റെ ഏറ്റവും മൂത്ത ചേട്ടനുണ്ട് ട്രിവാൻഡ്രത്ത്, ആള് ISROയിൽ വർക്ക് ചെയ്യുന്നത്. ആള് ഫോൺ വിളിച്ചാ ഇപ്പൊ എന്നെ ഫോൺ പ്രീതി എന്തൊക്കെ വിശേഷമൊന്നുമില്ലല്ലോ, ഓക്കെ ഇത്രേ ഉള്ളൂ. ആളൊന്നും കേൾക്കാനും പറയാനും നിൽക്കാതെ അങ്ങനെ കട്ട് ചെയ്യുന്ന ആളാ. ഭയങ്കര ഓരോ രൂപയ്ക്കും വാല്യൂ കാണുന്ന ആളുടെ കയ്യില് 25,000 രൂപയുടെ നല്ല ഡീറ്റെയിൽഡ് ബില്ല് എല്ലാം ഒരേ നമ്പറിലേക്ക്. അപ്പൊ നോക്കി ഒരേ നമ്പർ മാത്രമല്ല കേട്ടോ, എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞ എനിക്ക് അറിയാൻ പാടില്ലാത്ത റിലേറ്റീവ്സിന് പ്രാസന്നെ അറിയാം. പ്രാസന്നെ എല്ലാരും വിളിക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും വിളിക്കും. അതെന്തിനാ അവരെയൊക്കെ വിളിച്ചോണ്ടിരുന്നേ? ഒരു ഇംപ്രഷൻ വേണ്ടിട്ട്. അതെ അതെ, എല്ലാരെയും വിളിച്ചങ്ങ് പെണ്ണിന്റെ ഡീറ്റെയിൽസ് അങ്ങ് എടുക്കാനായിട്ട്. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയ റൂട്ടില്, ഈ റൂട്ടിൽ ഏതൊക്കെ പെൺകുട്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട് അവിടെ എല്ലാം കയറി പെണ്ണ് കണ്ടിട്ട്. പക്ഷെ ലൈഫിൽ 3 പേരെ കണ്ടിട്ടുള്ളൂ. ചേച്ചിയോ? എനിക്കും മൂന്നാമത്തെ. അപ്പം രണ്ടുപേരുടെ മൂന്നാമത്തെ ഇതിലാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ തമ്മിൽ പിന്നെ പ്രണയം. അപ്പൊ തന്നെ ചേച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, ലിറ്റിൽ ഹാർട്ടിന്റെ ബിസ്ക്കറ്റ് അങ്ങ് കൊടുത്തു, അപ്പൊ തന്നെ ആള് കഴിച്ചു. അവിടെ തന്നെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോ? അത് കഴിഞ്ഞപ്പോ പിന്നെ അപ്പൊ തന്നെ പോയിട്ട് എന്റെ കൊച്ചച്ഛന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് തന്നെ കോള് വന്നു അച്ഛന്. അപ്പൊ ഞാനിങ്ങനെ ബിസിനസ്സുകാർ വേണ്ടാന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേക്കുവാണല്ലോ. അപ്പൊ അച്ഛൻ എന്നോട് അവിടെ ഇരുന്നിട്ട് അച്ഛൻ എന്ന് പറഞ്ഞ എന്റെ പപ്പ എന്നോട് ചോദിക്കാം, മോളെ പ്രകാശ് വിളിക്കണ്ട്, എന്താ മറുപടി പറയണ്ടേ? നീ ബിസിനസ്സുകാരെ വേണ്ടാന്നും പറഞ്ഞ് പ്രശ്നമാണല്ലോ, എന്താ പറയണ്ടേ? അപ്പൊ ഞാൻ ചോദിക്കും ഇവിടെ വന്നിട്ട്, ജോലിക്ക് വിടുവോന്ന് ചോദിക്കേ. അപ്പൊ പപ്പ അതെ പ്രകാശേ, അവൾ ഇത്രയൊക്കെ പഠിച്ചതല്ലേ, ജോലിക്ക് വിടുവോന്നാ ചോദിക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ വേറെ തന്നെ പ്രാശൻ അവിടുന്ന് ജോലിക്ക് വിടില്ല. അപ്പൊ വിടില്ലേ? അപ്പൊ നമ്മളും ആകെ വിഷമായി. അപ്പൊ തന്നെ ജോലിക്ക് വിടില്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാ? നമുക്കൊരു ടെൻഷൻ മനസ്സിലായി. അപ്പൊ തന്നെ അവിടുന്ന് അതിനുള്ള മറുപടി വന്നു. MBA അല്ലേ പഠിച്ചത്, ബിസിനസ് മാനേജ്മെന്റ് അല്ലേ പഠിച്ചത്, നമ്മളുടെ ബിസിനസ്സുകൾ നോക്കാം. നമ്മൾക്ക് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, ക്രഷർ ഉണ്ട്, ജ്വല്ലറി ഉണ്ട്. അപ്പോ ഇതൊക്കെ നോക്കുക, ഇതൊക്കെ ഈ ബിസിനസ്സുകൾ മാനേജ് ചെയ്യുക, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ബിസിനസ് MBA പഠിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോണ എന്തിനാ, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ തലയില് ഇങ്ങനെ ഒരു ലഡു പൊട്ടി. ഇഷ്ടമായി പോയി. അതാണല്ലോ ഇതൊക്കെ കൊണ്ടുവച്ചത്. അപ്പൊ കൊടുത്തത് കഴിഞ്ഞിട്ട് എന്നാലും നമുക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, കാരണം അത്രയും നേരം ജാട പിടിച്ച് നിൽക്കുമായിരുന്നല്ലോ. എന്നാ പിന്നെ ആലോചിക്കാം. അപ്പൊ തന്നെ കൊച്ചമ്മ വന്നിട്ട് പറഞ്ഞു, അതെ എന്നെ ചക്കിന്നായിരുന്നു വിളിക്കുന്നത്. അതെ ചക്കിക്ക് ഇഷ്ടമായി, ചക്കി അതുകൊണ്ടാണ് ലിറ്റിൽ ഹാർട്ട് ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവന്നത്. അല്ലെ അവളത് കൊടുക്കുകയല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കത് പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ CID അന്വേഷണം. എന്നാലും ഇതൊക്കെ പറഞ്ഞെങ്കിലും കുടുംബത്തിൽ നിന്ന് അന്വേഷിക്കുമ്പോ എല്ലാരും വന്നിട്ട് എന്റെ കൊച്ചച്ഛന്മാരും ബാക്കി എല്ലാരും വന്ന് ഇവിടെ മുഴുവൻ, കാരണം നമ്മളുടെ കുടുംബത്തിലെ ഈ ജനറേഷനിലെ ആദ്യത്തെ കല്യാണോ. അപ്പോ അതിലേക്കൊന്ന് നമ്മളെ സുരക്ഷിതമായിട്ട് വേണമല്ലോ വിടാൻ. അപ്പൊ ഇവിടെ വന്ന് അന്വേഷിക്കാൻ കൊച്ചച്ഛന്മാരും എല്ലാരും ഇറങ്ങി. എല്ലാരും നാനാ വഴിക്ക് അന്വേഷണം. അപ്പൊ അന്വേഷിക്കുമ്പോ എല്ലാം ഒന്നറിയുന്നത്
കോളേജിൽ അറിയപ്പെടുന്നത് ചെത്തുപ്രകാശ് എന്നായിരുന്നു. ബുള്ളറ്റില് ചെത്തി നടക്കുന്ന ചെത്തുപ്രകാശ്, മേക്കപ്പ് ഒക്കെ ഇട്ട് കളർഫുൾ ഡ്രസ് ഇട്ട് സ്റ്റൈലിൽ ഇങ്ങനെ നടക്കുന്ന, സ്റ്റേജിലൊക്കെ കയറി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് റഹ്മാന്റെ കൂട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന, അങ്ങനെയാണ് ആ ഹിസ്റ്ററി. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്നേ ഉള്ളൂ. അന്ന് റഹ്മാന്റെ ഡാൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങനെ, പക്ഷേ ശങ്കര കോളേജിലാ പഠിച്ചത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ അന്വേഷിച്ചപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ എല്ലാരും പ്രകാശാണോ, ഞാൻ ഗ്യാരണ്ടി, അങ്ങനെ ഒരു അഭിപ്രായം എല്ലാരും ഭയങ്കര നാട്ടില് ഭയങ്കര അഭിപ്രായം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേട്ടു, അതെ പ്രകാശിനെ നിധി കിട്ടിയതാ. അപ്പൊ പെട്ടെന്ന്, കാരണം പ്രാശൻ തന്നെയെ പെട്ടെന്ന് ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു ഐഡിയാസ് വന്ന് ഈ പ്രൊപ്പോസലിന് വരുമ്പോ ചേട്ടൻ ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ട്, ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിധി കിട്ടിയതാ, അതാണ് അവന്റെ പെട്ടെന്ന് കാശുള്ളത്. പക്ഷെ ആള് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അതാണ് നമുക്ക് വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി. ഞാൻ കുറച്ച് നിധി എങ്ങാനും കിട്ടിയിട്ടുണ്ടായിരിക്കാവോ എന്നൊക്കെ. ഈ കിണറ്റിന്ന് കണ്ട് നിധി കിട്ടി. ടിപ്പിക്കൽ എന്താ ബ്രാൻഡ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ചേച്ചി ചേച്ചി പറയണേ. അങ്ങനെ ഒരാളെ തന്നെ ചേച്ചി നോക്കി, ഓക്കെ അവന്റെ ഷൂസ് ബെൽറ്റ് വെണ്ണണ എല്ലാം സ്റ്റൈലൻ കൂടെ നിധി എന്നാ പിന്നെ ഒരു കൈ നോക്കിയാലോ. അപ്പൊ നമ്മള് തീരുമാനിച്ചു, കുറച്ചു. അങ്ങനെ കല്യാണമൊക്കെ നടന്നു. ഇതിനിടയ്ക്ക് രമ്യ, ഇതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ ഒരു 25,000 രൂപ ഫോൺ ബില്ല് വന്നു എന്നുള്ളത് ഒരു കഥ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് പ്രാചീന എന്നെ വിളിക്കുക ഫോണില്. അപ്പൊ ഞാൻ ഇങ്ങനെ നമുക്കറിയേണ്ട ചില കാര്യങ്ങളൊക്കെ കാണുക. ഫസ്റ്റ് ചോദ്യം തന്നെ, അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചു. അപ്പൊ എന്താ ചോദിച്ചോളൂ. ചേച്ചി എന്താ വിളിച്ചിരുന്ന പ്രകാശ് ചേട്ടാ? അത് പറയാൻ പാടില്ല. ശരി, അപ്പൊ അതെ ഒരു അതെ അവിടെ ചക്ക കിട്ടുമോ? ചക്കയോ? ഞാൻ ഈ ചക്ക പോലെ ഇരിക്കുന്നത് അന്ന് മെലിഞ്ഞിട്ടാ. ഇപ്പൊ ഈ ചക്ക പോലെ ഇരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. ഈ ചക്ക തിന്നിട്ട് തന്നെയാ. അപ്പൊ ചോദിച്ച ആദ്യത്തെ ചോദ്യം, അവിടെ ചക്ക കിട്ടുമോ? ചക്കയോ ചോദിച്ചു. ഇതേപോലെ മോള് ചോദിച്ച പോലെ തന്നെ, ചക്ക കിട്ടുമോ, ചക്കയോ ചോദിച്ചു. ചക്ക കിട്ടുമോ? ചക്ക ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറ്റില്ല. അപ്പൊ പറഞ്ഞു, ചക്ക വേണോ? ചക്ക അത്ര ഇഷ്ടമാണോ? ചക്ക അത്ര ഇഷ്ടാ. ചക്ക ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. ചക്ക എത്ര വേണം? ഒരു ലോഡ് ചക്ക വേണത്തര. എത്ര ചക്ക വേണം എന്ന് ചോദിച്ചു. അതോടുകൂടി നമ്മള് ഇതല്ലാതെ വേറെ കല്യാണം ഇല്ല. ഇപ്പോഴും ഉണ്ട്. പ്രകാശൻ എനിക്ക് ഒരു തവണ എങ്ങാണ്ട് ജീവിതത്തിൽ ഒരു ചുരിദാർ മേടിച്ചു തന്നിട്ടുണ്ട്. ഒരു തവണ ഒരു ലിപ്സ്റ്റിക്കും ഒരു ഐലൈനർ അല്ല ഒരു നെയിൽ പോളിഷും മേടിച്ചു തന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു സാധനം പോലും സ്വന്തം കൈ കൊണ്ട് ഇതുവരെ മേടിച്ചു തന്നിട്ടില്ല. ഈ മേടിച്ചു തരുന്നതിന് നമ്മള് കുറ്റം പറയും. അതോടെ നിർത്തി. നിന്റെ ഈ പൈസ ഉണ്ട്, നിന്റെ കയ്യിലാണ്, ഖജനാവ് നിന്റെ കയ്യില്ല, ഇഷ്ടമുള്ളത് മേടിച്ചോ, റെസ്ട്രിക്ഷൻ ഇല്ല. പിന്നെ ഒന്നും മേടിച്ചു തന്നിട്ടില്ല നമ്മുടെ മെമ്മറിക്ക് വേണ്ടിട്ട്. പക്ഷേ ഇപ്പോഴാണേലും എവിടെ പോയാലും, സീസൺ അല്ലെങ്കിലും എവിടെ പോയാലും, ഇനി 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ചക്ക കിട്ടിയാൽ ആ ചക്ക മാത്രം പ്രീതി എന്ന് പറഞ്ഞ് വരുമ്പോ ചക്ക എന്ന് പറഞ്ഞ് ഒരു ചക്ക കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഞങ്ങള് അത് ഇത്ര വർഷമായില്ലേ, 10-30 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. ഈ ചക്കപ്രിയം നടത്തി തരുന്നോണ്ടാന്ന് തോന്നുന്നു ഞങ്ങള് തമ്മിൽ ഇന്ന് വരെ വഴക്ക് കൂടിയിട്ട് ഒരു ദിവസം പോലും നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഈശ്വരൻ സഹായിച്ചിട്ട് അല്ലേ. അടി കൂടലില്ല. ഇതുപോലെയൊക്കെ എന്റെ വഴക്കൊക്കെ പറയും ഇടയ്ക്കൊക്കെ, വല്ലപ്പോഴും ഒക്കെ. നമുക്ക് ബുദ്ധിയില്ല, ബോധമില്ല, വിവരമില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേൾക്കും ഞാൻ. ഈ ചെവി കൂടെ കേൾക്കും, ഈ ചെവി കൂടെ വിടും. അതങ്ങനെ അങ്ങോട്ട് വിടും. അങ്ങനെ അങ്ങനെ ചക്കയില് നമ്മള് ഡീൽ ഉറപ്പിച്ചു. വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥ തന്നെയാ കേട്ടോ. ഒരേ ദിവസം 3-4 പെണ്ണ് കാണാനും ചക്ക ഡീല് കൺഫേം ചെയ്യുന്നു. ഓ ഇൻട്രസ്റ്റിംഗ്. ഇനി അതൊക്കെ പറഞ്ഞ് ചേച്ചി അവിടെ ഡീല് കൺഫേം ചെയ്തത് ചക്കയിലൂടെയാണെന്ന് പറഞ്ഞു. ചേട്ടൻ അന്നേ ദിവസം 3 പെൺകുട്ടികളെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രീതിയിൽ അത് ഡീൽ ഉറപ്പിക്കാൻ കാരണം? സൗന്ദര്യം. പിന്നെ സൗന്ദര്യമല്ല, അതിലങ്ങ് ചേട്ടൻ ഫ്ലാറ്റ് ആയി.
കോളേജിൽ ഇത്രയും എന്താ പറയാ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ എന്ത് പ്രകാശ് എന്ന് ചേച്ചി എല്ലാരും പറയുന്നത് പ്രകാശ്. അപ്പൊ കോളേജിലൊക്കെ ചേട്ടൻ ഒരുപാട് ലൈൻ അടിച്ച് നടക്കുക അതൊക്കെ ഞാൻ ഇങ്ങനെ ചിരിഞ്ഞൊക്കെ നോക്കി, ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഭയങ്കര സീക്രട്ടീവ് ആയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ. രസം. ഞാൻ കോളേജിൽ തിരുവനന്തപുരത്ത് പഠിച്ചപ്പോ ചേട്ടൻ അങ്ങ് പുറത്തു വിടില്ലായിരുന്നു, കൂട്ടിലിട്ടോളെ വളർത്തിയ. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ച പ്രീ ഡിഗ്രി ആക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഇത്തിരി അലമ്പോ, വീടിന്റെ അടുത്ത് വന്നപ്പോ കുറച്ച് അലമ്പോ. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായ ബിസിനസ്സിൽ, വേറെ അലമ്പൊന്നുമില്ല. ഇതിനിടയ്ക്ക് എന്തോ ഈ ചെയിൻ അങ്ങനെ അതൊക്കെ ചെയ്ത് നമുക്ക് ബിസിനസ്സിൽ ചങ്കൂറ്റം വരുന്ന കാര്യങ്ങൾ അതൊക്കെ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്നു. ഓക്കെ അങ്ങനെ ചേച്ചിയുടെ സൗന്ദര്യത്തിൽ ചേട്ടൻ അങ്ങ് ഫ്ലാറ്റ് ആയി, നിങ്ങൾ തമ്മിൽ ഡീൽ ഓക്കെ ആയി, കല്യാണം കഴിച്ചു. അതിനുശേഷം പിന്നെ ചേട്ടന് വെച്ചടി കയറ്റം മാത്രമാണ്. ടച്ച് വുഡ് അല്ലേ? അപ്പൊ അതില് ഈ ജ്വല്ലറി ഉണ്ടായിരുന്ന ഒരാള് അത് വിട്ട്, അപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞ് വന്നപ്പോ മുതൽ ചേട്ടനോട് ബിസിനസ്സിൽ ജോയിൻ ചെയ്തോ? ഇല്ല. അപ്പൊ ഉടനെ തന്നെ എനിക്ക് പണി തന്നല്ലോ. നമ്മൾ ഉടനെ തന്നെ പ്രഗ്നന്റ് ആയി, കുട്ടികളായി, പണി തന്നു. 2 മക്കളും ഉടനെ എന്നുള്ള ഒരു 1.5 വയസ്സ് വ്യത്യാസം രണ്ടുപേരും തമ്മിലുള്ളൂ. അപ്പൊ ഉടനെ തന്നെ ആ കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയി. അപ്പൊ ചേച്ചിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഈ ഒക്കെ പോയി അന്നേരത്തേക്കും. കാരണം പിന്നെ ഞാൻ റിസോർട്ടിലേക്ക് പോയപ്പോ പ്രീതി അല്ല, അത് കഴിഞ്ഞപ്പോ കുട്ടികളെ രണ്ടുപേരും ഒരു പ്ലേ സ്കൂൾ ലെവൽ എത്തിയില്ലോ. അതുവരെ നമ്മൾ ബിസിനസ് ഒന്നും ആലോചിച്ചിട്ടില്ല. കാരണം ഇവിടെ നമ്മള് ഹൗസ് ഹോൾഡ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം. അവര് പ്ലേ സ്കൂളിലായപ്പോ ഞാൻ പതുക്കെ, അപ്പോഴാണ് നമ്മൾ 1 ഗ്രാം ഗോൾഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വന്നത്. പ്രാവശ്യം പിന്നെ എക്സിബിഷനായി, ഒരിടത്ത് തുടങ്ങുന്നു, അവിടെ വിജയിക്കുന്നു, അവിടെ ഷോറൂം ഇടണു, അപ്പത്തേക്കും അടുത്തടുത്തേക്ക് എക്സിബിഷൻ പോകുന്നു. അങ്ങനെ ഒരു എന്താ പറയാ, രഥ ഓട്ടം പോലെ, തേരോട്ടം നമ്മൾ പറയുന്നത് എന്ന് പറയുന്ന പോലെ ആയിരുന്നു. ഒരിടത്ത് വിജയിക്കുന്നു, അവിടെ ഷോറൂം, അടുത്തടുത്ത് എക്സിബിഷൻ, അവിടെ വിജയിക്കുന്നു, അവിടെ ഷോറൂം. മഹാത്ഭുതം എന്ന് പറഞ്ഞായിരുന്നു അന്ന് നോട്ടീസൊക്കെ അടിച്ച് സ്വന്തം കുറെ വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5 പവൻ പൊലിമയും ബലവും ഈടും നിൽക്കുന്ന മഹാത്ഭുതം എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ജനങ്ങള് തള്ളിക്കയറുന്ന എക്സിബിഷൻസും ഒക്കെ ആയി. പിന്നെ അതങ്ങനെ വിജയിച്ചല്ലോ. വിജയിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ഫാക്ടറി ആയിട്ട് തുടങ്ങിയപ്പോ ഫസ്റ്റ് ഞാൻ കുട്ടികളെ, അതിനു മുമ്പ് ഗോൾഡ് ജ്വല്ലറി ഉണ്ടല്ലോ, അപ്പൊ ഗോൾഡ് ജ്വല്ലറി കൊണ്ടുനടക്കാൻ പ്രാശന് പറ്റാതായപ്പം ഞാൻ ഗോൾഡ് ജ്വല്ലറി ഏറ്റെടുത്തു എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അവിടെ അസിസ്റ്റ് ചെയ്യാൻ പോകുമായിരുന്നു. എനിക്ക് ബാലൻസ് ടൈം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗോൾഡ് ജ്വല്ലറി വേണ്ടാന്ന് വെച്ചു. ഇതിന്റെ ഫാക്ടറി തുടങ്ങി. അപ്പൊ ഫസ്റ്റ് അതിന്റെ അക്കൗണ്ട്സ്, അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി. പിന്നെ പതുക്കെ പ്രൊഡക്ഷനിലേക്ക് എൻട്രി ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ പിന്നെ ഫാക്ടറി നമ്മുടെ ഇതിലായി. അത് കഴിഞ്ഞപ്പോ പതുക്കെ ബിസിനസ്സിലേക്ക് കൂടി തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ ടൈം കിട്ടി തുടങ്ങിയപ്പോ അങ്ങനെ ആയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10-18 ഷോപ്പൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒരുവിധം എല്ലാം ഒന്ന് പഠിച്ചു, എല്ലാം മനസ്സിലാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് പെട്ടെന്ന് തന്നെ നമുക്കിട്ട് പണി തന്ന് വീണ്ടും പണി തന്നു. വീണ്ടും പണി, അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തമല്ല. മറ്റേ നമ്മളെപ്പോഴും പറയും എന്റെ വീട്ടിൽ പോലും കൊണ്ടുപോകാൻ ഒരു സമയമില്ല, ഒരിടത്ത് പോവില്ല, ഒരു ട്രിപ്പ് പോവില്ല, എങ്ങും പോവാൻ സമയമില്ല, ഇതെന്ത് ലൈഫാ, എന്നും ഇങ്ങനെ ഈ ബിസിനസ് മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന എന്റെ തലയിലേക്ക് ആ ബിസിനസ് മൊത്തം എടുത്ത് അങ്ങോട്ട് വെച്ച് തന്നു. കമ്പനിയും കൊണ്ടുനടന്നോ, പ്രൊഡക്ഷൻ യൂണിറ്റ് കൊണ്ടുനടന്നോ, ഷോപ്പുകളും കൊണ്ടുനടന്നോളാൻ പറഞ്ഞ ഒരു 18 ഷോപ്പൊക്കെ ഉള്ളപ്പോ നമ്മുടെ തലയിൽ വെച്ച് തന്നു. അപ്പൊ ഇപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങള് തമ്മില് വഴക്കൊന്നും ഇല്ലാന്ന് പറയില്ലേ, മിണ്ടാൻ നേരം ഉണ്ടെങ്കിലല്ലേ വഴക്കുണ്ടാവുള്ളൂ. അല്ല ചേച്ചി, ഈ ബ്രാൻഡഡ് ഷൂസും റോളക്സിന്റെ വാച്ചും ഇങ്ങനെ ഒരു ബ്രാൻഡഡ് ചെക്കിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ ചേച്ചി ആ ഒരു ഫാൻസി ലൈഫ് ഒക്കെ മുന്നിൽ കണ്ടിട്ട് ടിപ്പിക്കൽ ചേച്ചി അങ്ങനെയല്ലേ, അടിമാലിയിൽ നിന്നും കാലടിയിലേക്ക് വന്നതും ഒക്കെ മോഹങ്ങളായിരുന്നു. പക്ഷേ ഒന്നും പൂടിഞ്ഞില്ലേ ചേച്ചി? വേഗം തന്നെ എന്നെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യിപ്പിച്ചില്ലേ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയമില്ല. എന്നിട്ട് നേരെ സ്വന്തം പാഷൻ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ്, റിസോർട്ട്, കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ്, ഇതൊക്കെയാണ് ആളുടെ പാഷൻ. അപ്പൊ ആൾ ആ ഫീൽഡിലേക്ക് പോയി. നമ്മളുടെ തലയിലായില്ലേ ബിസിനസ് മൊത്തം. അങ്ങനെ സമയമില്ലാണ്ട് നമുക്ക് പണിയും തന്ന് 8ന്റെ പണിയും തന്ന് ലോക്ക് ചെയ്ത് പോയി. ഇപ്പൊ എന്നെ ഇടയ്ക്ക് വിളിക്കും, പ്രീതി നമുക്ക് പോയാലോ, പോവാം, ഇവിടെ പോവാന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവാ,
ഇത് നമുക്ക് ജ്വല്ലറിയുടെ സീസൺ ടൈമാ, എനിക്ക് പറ്റത്തില്ല, ഞാൻ വരില്ല. ഇപ്പൊ തന്നെ പോകാൻ കറങ്ങാം, നല്ല സുഖമാണ്. സുഖായി കണ്ടോ, എന്തൊരു പ്ലാനിങ് ബുദ്ധി ഇതെന്നെ കണ്ടു പഠിക്കണം. വഴക്കുമില്ല, ബഹളവും ഇല്ല, ഒച്ചപ്പാടും ഇല്ല, ഒന്നുമില്ല. എന്ത് ചേട്ടൻ ഇതെങ്ങനെ ബിസിനസ് MBA പഠിച്ചത് ചേച്ചി, പക്ഷെ ആ പഠിച്ച പാഠങ്ങൾ എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്ന് കണ്ടുപിടിച്ചത് പ്രകാശ് ചേട്ടൻ. കൊള്ളാം മോനെ ദിനേശ. എങ്ങനെയൊക്കെ ഭാര്യനെ കൂടുതൽ ബിസിയാക്കി എൻഗേജ് ചെയ്തുകൊണ്ട് ചേട്ടൻ ഇപ്പോൾ ഇന്ന് പറന്ന് നടക്കുകയാണ് അല്ലേ? അങ്ങനെ ചേട്ടന് ശരിക്കും ഈ ജ്വല്ലറി ചേട്ടന്റെ ആഗ്രഹത്തിൽ ചെയ്തതല്ലേ? പിന്നെ അവിടെ നിന്നും ചേട്ടന്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണോ, ഒന്നിലും കുറച്ചുനാൾ നിൽക്കാതെ സ്വിച്ച് ചെയ്തുകൊണ്ട്? അങ്ങനെയല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ പുതിയ പുതിയ പ്രൊജക്ടുകള്, പുതിയ ഐഡിയാസ്, അങ്ങനെ ഇപ്പോ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിക്കുവാണ്. ഓക്കെ, വിജയിപ്പിച്ച് നമ്പർ 1 ആക്കി അത് യുണീക്ക് ആക്കി നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ രമ്യ അവിടെ മൂന്നാർ വന്നപ്പോ കണ്ടില്ലേ, നമ്മുടെ ഐഡിയ ചെയ്തല്ലേ. അവിടെ അത്ര വർക്ക് ചെയ്യും, 100% വർക്ക് ചെയ്യും, ഭയങ്കര ഹാർഡ് വർക്കിംഗ്, മിനിറ്റ് കളയില്ല, സ്പീഡ് ആണല്ലേ. നമ്മൾ കൂടെ നടന്നാൽ പറ്റൂല, എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആണ്. രമ്യ ആയതുകൊണ്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇരിക്കല പോയനെ അപ്പൊ പ്രകാശൻ ഇപ്പൊ ഇനിയിപ്പോ റിസോർട്ടും ഇപ്പം പാർക്കാട് ആദ്യം തുടങ്ങിയത് തന്നെ മൂന്നാറല്ലേ? മൂന്നാറത്തെ ആ പ്രോപ്പർട്ടി എന്ന് പറയണത് തന്നെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ മെയിൻ റോഡിലേക്ക് നമ്മൾ മൂന്നാറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു പ്രോപ്പർട്ടി. അപ്പൊ കണ്ണായ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയണ പോലെ അവിടെ ചേട്ടൻ വാങ്ങിയ സമയത്ത് ഉറപ്പാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര കാട് പിടിച്ചും നടക്കാൻ പോലും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ചേട്ടൻ എങ്ങനെയാണ് അവിടെ ഒരു റിസോർട്ട് അതിന്റെ ഒരു വിഷൻ എങ്ങനെയായിരുന്നു ചേട്ടന്? എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശരിയാവില്ല. ഞങ്ങള് ശരിക്കും ഞാൻ ആദ്യം അവിടെ ഭൂമി പൂജയ്ക്ക് വേണ്ടിയിട്ട് ചെല്ലുമ്പോ അതിന് വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അത്രയും ശാന്തി, ഈ പൂജാരിമാരൊക്കെ വന്നിട്ട് അവര് ഭൂമി പൂജയ്ക്ക് ഇരിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ഈശ്വര ഇത് എന്താ വരാൻ പോകുന്നേ, ഇവിടെ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും റിസോർട്ട് ഡീപ്പായിട്ട് കിടക്കുന്ന സ്ഥലം, നമുക്ക് ഒരിക്കലും ഒരു ബിൽഡിംഗ് അവിടെ ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്നും നമ്മളുടെ ഒരു ഇമാജിനേഷനിൽ അത് വരത്തു പോലും ഇല്ല, എത്ര ചിന്തിച്ചാലും. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് എന്താണോ ചെയ്യാൻ പോണേ, ഇത് ചിലപ്പോ കുറച്ച് ഇത്രയൊക്കെ ആയിരിക്കും നടക്കുള്ളൂ, അല്ലെ 1 റൂം 2 റൂം അല്ലെ കുറച്ചൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അവിടെ 110 ഇപ്പൊ എത്ര റൂമുണ്ട്, 100-110 ഓളം റൂമുകളുമായിട്ട് അത് പണിതത് ആളുടെ ഐഡിയ മാത്രം. അതിനകത്ത് ഒരു കോൺട്രിബ്യൂഷനും എനിക്കോ എൻ്റെ മക്കൾക്കോ അല്ല വേറൊരാൾ അതിനകത്ത്. പ്രകാശേട്ടൻ്റെ സ്വന്തം ഡിസൈൻ, സ്വന്തം ഐഡിയ. എനിക്ക് തോന്നുന്നു അതിനകത്ത് എഞ്ചിനീയറോ ആർക്കിടെക്ടോ എഞ്ചിനീയർ ഉണ്ട്, സെബാസ്റ്റ്യൻ ആളോ ചെയ്തിരുന്നു. ഇതല്ലാതെ അതിന്റെ ആർക്കിടെക്ടോ അല്ലെങ്കിൽ ഉണ്ടോ, ആരും ഇല്ല എന്റെ അറിവില്. അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരിക്കാം വല്ലോ, ചെറിയ പക്ഷെ ഇതൊരു വലിയൊരു റിസ്ക് ആണ് ചേട്ടൻ അന്നേരം എടുക്കുന്നത്. ഇപ്പൊ ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പ്രോപ്പർട്ടീനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അപ്പൊ ചേട്ടൻ അത്തരത്തിലേക്കുള്ള ഒരു വലിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പം ആരോടെങ്കിലും ഒരു ഒപ്പീനിയൻ ചോദിക്കായിക്കോട്ടെ, ഞാൻ ചെയ്യുന്നത് റിസ്ക് ആണോ, ശരിയാണോ ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ ലൈഫിൽ ചേട്ടൻ ആരോടും ചോദിക്കാറില്ല? ആരോടും ചേട്ടൻ ഒരു ക്ലോസ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സോ അങ്ങനെ എങ്ങനെ ചെയ്യാതാൽ എങ്ങനെയെന്ന് ചോദിക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു ഭയങ്കര വിൽ പവർ ഉണ്ട്. അതായത് ജീവിതത്തിൽ ആളെ റിസ്ക് ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ റിസ്ക് എടുത്ത് ജീവിതത്തിൽ ഒന്നും അങ്ങനെ ഇല്ല. പക്ഷേ ബിസിനസ്സിൽ എന്ത് റിസ്ക്കും എടുക്കും. ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു കാര്യം ഫോക്കസ് ചെയ്താൽ അതിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് അതൊരു ഡ്രീം ചെയ്തിട്ടാണല്ലോ പോണത്. നമ്മളുടെ ഒന്നും മനസ്സിലാ ഒരു വിഷ്വലൈസേഷൻ, അതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് അത്ര ഹാർഡ് വർക്ക് ചെയ്യും, അത്ര അത് നമ്മള് എനിക്കൊന്നും പറയാൻ പോലും പറ്റത്തില്ല. അപ്പൊ ചേച്ചിയെ വളരെയധികം സർപ്രൈസ് ചെയ്യിപ്പിച്ചിരിക്കുന്ന ചേട്ടന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ചേട്ടന്റെ ഹാർഡ് വർക്കിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പം അത് ചേട്ടൻ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ തൊട്ടതെല്ലാം അല്ല ഞാൻ ചെയ്യുന്നതെല്ലാം ജയിപ്പിക്കണം. അത് ചെറുപ്പം മുതലേ പ്രകാശേന്റെ ഒരു ക്യാരക്ടറാണ്. തോക്കാൻ തയ്യാറല്ല. അപ്പൊ ഒരിക്കൽ പോലും ചേട്ടൻ ജീവിതത്തിൽ തോൽവി ഫേസ് ചെയ്തിട്ടില്ലേ? അതൊക്കെ ഉണ്ടായിട്ട് പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പരാജയമല്ല, ഇടയ്ക്ക് നമുക്ക്
ചെറിയ ക്രൈസിസ് ഒക്കെ വന്നിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ മൂത്തയാള് ഞാൻ ഡെലിവറി ടൈമിലൊക്കെ നമ്മൾക്ക് ബിസിനസ് മൊത്തം വിഷയങ്ങൾ വന്നല്ലോ. ഈ ഗവൺമെന്റ് ലോകത്തിലെ മൊത്തത്തിലൊരു റിസഷൻ വന്ന ടൈമിലും സമയത്തൊക്കെ വിഷയങ്ങൾ വന്നു. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ റബ്ബർ എസ്റ്റേറ്റ് ക്രഷറൊക്കെ ഉണ്ട്. അപ്പൊ ഈ ക്രഷറിന് നിരോധനം വന്ന സമയമുണ്ട്. ഒന്നും നടക്കാതെ ഒരു അവസ്ഥ വന്നിരുന്നു ഇവിടെ ഇടയ്ക്ക്. അപ്പൊ ചേട്ടൻ എങ്ങനെയാ മെന്റലി വല്ലാണ്ട് ഡിസ്റ്റർബ് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു. പക്ഷെ അത് പ്രീതിയുടെ ബ്രദർ ഉണ്ടായിരുന്നു, ഗോൾഡ് വന്നു, രണ്ടാമത്തെ ജ്വല്ലറിക്ക്, അങ്ങനെയൊക്കെ നമ്മളെ റിക്കവർ ചെയ്ത് തന്നത്. അന്ന് സപ്പോർട്ട് ചെയ്തു പറയാം. നമുക്ക് പ്രീതിയുടെ ബ്രദറിന്റെ ഗോൾഡൊക്കെ അന്ന് തന്ന് ഹെൽപ്പ് ചെയ്തു. കാരണം നമുക്ക് സ്ഥലം കിടക്കുന്നുണ്ട്, നമുക്ക് ക്രഷർ ഉണ്ട്, അസറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് അതെന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, എന്ത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് അല്ലല്ല, നമുക്ക് അസറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു കണ്ടീഷനൊക്കെ വന്നു. അങ്ങനെ പ്രീതിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് പ്രീതി അല്ലെങ്കിലും ഭയങ്കര സപ്പോർട്ട് അങ്ങനത്തെ പ്രിയാറ്റിക്ക് ഒന്നിനോട് അങ്ങനെ ഇതില്ല, ആർത്തിയില്ല. പൈസ ഉണ്ടാക്കണം അങ്ങനെ ഒരു ബോധമില്ലാത്തതാണെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിലൊന്ന് പ്രേസ് ചെയ്ത് വന്നിട്ട് ഒറ്റ ഇടല്ലേ. അല്ലെങ്കിൽ ചേച്ചി നിരന്തരം ഇപ്പൊ ഏതൊരു കല്യാണം കഴിഞ്ഞപ്പോ ഏതൊരു സ്ത്രീ ആണെങ്കിലും ഹസ്ബൻഡിന്റെ അടുത്ത് നമുക്ക് അത് ചെയ്യാം, അല്ല എനിക്ക് ഇത് വാങ്ങിത്തരുമോ, നമുക്ക് അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് പറയാനുള്ള അതിന് ആവശ്യമില്ല. കാരണം പുള്ളിയാഴ്ചയല്ലേ ഫൈനാൻസ്, നമ്മള് പുള്ളിയാഴ്ച വാങ്ങണം. പ്രീതി എനിക്കൊരു 1000 തരുമോ? അങ്ങനെയല്ല, നമ്മളെ അങ്ങനെ ഇതില്ല വീട്ടില്, നമ്മുടെ കുടുംബത്തിലെ അങ്ങനെ ഒരു ഇതില്ല, ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്ന സമയത്തൊക്കെ എനിക്കൊരു 100 രൂപ പോലും തരില്ലായിരുന്നു. ഭയങ്കര എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. ചേച്ചി എങ്ങനെയാ സ്വഭാവം മാറ്റിയെടുത്ത്? ഇല്ല, അത് മാറി എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. അന്ന് അമ്മയുണ്ട്. അമ്മ എന്ന് പറയുന്ന ഒരുപാട് ഏജ് ആയ ആളായിരുന്നു. അമ്മയുടെ ഏറ്റവും ഇളയ മകനായിരുന്നു. അമ്മ ആണ് 82 വയസ്സുള്ള അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ 22 വയസ്സിൽ വന്നു കയറുന്നത്. അപ്പൊ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. പക്ഷെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മക്കളെയൊക്കെ വളർത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഓരോ പൈസക്കും വിലയുള്ള ആളാണ്. അപ്പൊ നമ്മള് ഇപ്പൊ വീട്ടിലേക്ക് സാധനം വാങ്ങുന്ന പോലും ആണെങ്കിലും ലാവിഷായി പോയി അമ്മയ്ക്ക് അതൊന്നും ഡൈജസ്റ്റ് ആവില്ല. അപ്പൊ നമ്മള് അങ്ങനെ ഫിനാൻഷ്യലി അമ്മ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുമായിരുന്നു. നമ്മളിങ്ങനെ ഹെൽപ്പിന് ആളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വേസ്റ്റ് ആക്കുക, അതൊന്നും അമ്മയുടെ പോളിസിക്ക് പറ്റില്ല. അത് ശരിയാണ്, നല്ലതാണ്. ഞാൻ അമ്മയിൽ നിന്നാണ് അതൊക്കെ പഠിച്ചത്. എൻ്റെ അമ്മയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ലിമിറ്റ് ഉള്ള ആളായിരുന്നു. എന്നാലും ഞാൻ ഇവിടുത്തെ അമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ ജീവിതാനുഭവങ്ങളുള്ള ആളായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് എനിക്ക് അനുഭവങ്ങൾ കിട്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് നമ്മളെ ഏബിൾ ആണെന്ന് തോന്നി തുടങ്ങി. അതായത് ഞാൻ പതുക്കെ ബിസിനസ്സിലേക്ക് വന്നു, ഡിസൈനിങ് തുടങ്ങി, പിന്നെ കമ്പനി, അതിൻ്റെ അക്കൗണ്ട്സ്, അങ്ങനെ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, പ്രൊഡക്ഷനിലൊക്കെ നിന്ന് ഒക്കെ ആയപ്പോൾ ആൾക്ക് തോന്നി ഇവിടെ വലിയ കുഴപ്പമില്ല, MBA കാര്യമൊക്കെ അല്ലേ, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നി കഴിഞ്ഞപ്പോ മറ്റേ പൈസ എന്റെ കയ്യിലേക്ക് വരാൻ തുടങ്ങി. എന്റെ കയ്യിലായി. അപ്പൊ പിന്നെ പ്രാസിന് വലിയ പൈസയൊക്കെ വേണമെങ്കിൽ എന്നോട് പറയും, പ്രീതി ഒരു പൈസ കൊടുത്തേരെ, എല്ലാവർക്കും കൊടുത്തേരെ. നമ്മളെ ഒരിക്കലും നമ്മളോട് ചോദിച്ചു മേടിക്കല്ലോ കേട്ടോ, എന്നാലും കൊടുത്തേരെ, പൈസ കൊടുത്തേരെ എന്ന് പറയും. അപ്പൊ പൈസ അന്ന് മുതല് ചേച്ചിയാണ് ഡീൽ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് നമുക്കും ഡിപ്പെൻഡ് ചെയ്യണ്ട, നമ്മുടെ ആവശ്യത്തിന് ചെലവാക്കാൻ പറയും. പൈസയുണ്ട്, എനിക്ക് പൈസക്ക് വിലയില്ല. ആണോ ഏട്ടാ? ഇപ്പോഴും ഇല്ലേ? കാര്യമൊന്നുമില്ലേ? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആരെങ്കിലും ചോദിച്ചാൽ ബോധമില്ല. കണ്ടോ, ഇത്ര നാള് പ്രകാശനോട് നിന്നിട്ടും മണി മാനേജ്മെന്റ് പഠിച്ചിട്ടില്ല. പഠിക്കാൻ മാർക്കാണേലും. ആണോ? ഞാൻ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആന്ന് പറയും, ബിസിനസ്സുകാരിയല്ല അല്ലേ. അപ്പൊ അത് ചേച്ചി ചേട്ടന്റെ കണ്ണിങ്നെസ്, ബിസിനസിന് വേണ്ടതായിട്ടുള്ള കുറച്ച് കണ്ണിങ്നെസ് ഒക്കെ ഉണ്ട്. അതെ, കണ്ണിങ് ആയിരിക്കണം ബിസിനസ്സിൽ. കുറച്ച് ബേസിക് ഞാൻ ബിസിനസ്സുകാരിയാന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. അല്ല, നമ്മളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ചേച്ചി ഭയങ്കര കുറച്ചുകൂടെ എന്താ പറയാ, സോഫ്റ്റ് ആണ്. പൊക്കി വിട്ടാ പൊങ്ങി പോകുന്നത്.
അങ്ങനെയല്ല ഞാൻ പെട്ടെന്ന് രമ്യക്ക് എന്തെങ്കിലും ആവശ്യം ഇപ്പൊ പറഞ്ഞാൽ മതി. ഈശ്വരാ എനിക്ക് ഞാനൊരു ഞാൻ കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെച്ചു. നെക്ലസോ മാലയ്ക്ക് വേണി പറഞ്ഞ ചേച്ചി എല്ലാം അടിപൊളിയാണല്ലോ ആണല്ലേ മിടിക്കാനുള്ളതൊക്കെ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടും. എന്നോ നോക്കട്ടെ. അല്ല ചേട്ടൻ ഇതിനിടയിൽ പല ബിസിനസ്സും ഇങ്ങനെ ചേട്ടൻ്റെ ഒരു ബിൽ പവറും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ ഇതിനിടയിൽ ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയിട്ട് ഫ്ലോപ്പ് ആയി പോയ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടോ? അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും. അതൊന്നും അതൊക്കെ ശ്രദ്ധിക്കാറില്ല, അങ്ങനെ വലിയതായിട്ടല്ല ശ്രദ്ധിക്കാറില്ല. അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടക്കും. അതങ്ങ് ചേട്ടൻ ബോധേഡല്ല, നമ്മളപ്പോ തന്നെ അത് റിക്കവർ ആവും. ഓ ചേട്ടൻ അല്ലാതെ അത് വിചാരിച്ചിരിക്കാറൊന്നുമില്ല, അപ്പൊ തന്നെ അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യും. ഓക്കെ. അപ്പം എന്താ പറയാ, പ്രകാശ് ചേട്ടനായിട്ട് തുടങ്ങി വെച്ച ജ്വല്ലറി മീൻ ഈ ഒരു ഇത് പർക്കാട് ജ്വൽസ് ഇപ്പൊ നല്ല രീതിയിൽ അതൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നത്. ഇപ്പൊ പ്രകാശ് ചേട്ടൻ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആണോ? ഇടയ്ക്ക് ആവശ്യം വേണ്ടി വന്നാ നമ്മള് ചോദിക്കുമ്പോ അതിനകത്ത് സജഷൻസ് തരും, അങ്ങനെ ചെയ്യണ്ട. പിന്നെ പ്രകാശന് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവൂല. അതങ്ങനെയാണ്. ആളെ ഒരു എന്താ പറയാ, ഒരു എനിക്ക് തോന്നുന്നു എപ്പോഴും തോന്നാറുണ്ട് ഒരു സിക്സ്ത് സെൻസ് പോലെ, അല്ലെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. സിക്സ്ത് സെൻസ് എന്നല്ല, അതിനൊരു കാൽക്കുലേഷൻ, അങ്ങനെ ഒരു മൈൻഡ് ഒരു. അപ്പൊ ചേച്ചിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതെപ്പോഴും അങ്ങനെ എന്ത് പറഞ്ഞാലും ആള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നോ പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ നമ്മൾ നിൽക്കാതിരിക്കുക. അത് തന്നെയാണ് അതിന്റെ കറക്റ്റ്. ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ അത് ഒരു തവണയല്ല, 1000 തവണ പറയും. 1000 തവണ പറയും, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ. കുറ്റം പറച്ചില് ഒത്തിരി കൂടുതലാണ്. നമ്മള് ഇത്രയൊക്കെ കൊണ്ട് നടന്ന് ഒക്കെ ചെയ്താലും, നമ്മള് രാവിലെ എണീക്കുമ്പോ തൊട്ട് രാത്രി വരെ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാം. മനസ്സിലുള്ളവര് പറയില്ല, അല്ലാത്തൊരു പറഞ്ഞു നടക്കും. അങ്ങനെയൊന്നും പറ്റില്ല. ഇത് നല്ല കാര്യങ്ങൾ, സ്നേഹവും ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള പിന്നെ എനിക്കറിയാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ലതൊന്നും കേൾക്കില്ല എന്നുള്ളത്. വഴക്ക് കേൾക്കാതിരിക്കാൻ മാത്രം ശ്രമിച്ചേക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചേച്ചി അത് ബാലൻസ് ചെയ്തോണ്ട് അങ്ങനെ പോവാണ്. ചേട്ടൻ എത്ര തവണ എന്റെ ദൈവം ഈ പ്രീതിയെ നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നീ എന്താ മാറാത്തത് എന്ന് ചേട്ടന് തോന്നുന്നത് എന്താ? ബേസിക്കലി പാവാ, അല്ലെങ്കിൽ ചേട്ടനോട് നിക്കില്ലല്ലോ. ആണുങ്ങളെ കൊണ്ടുവരണ്ടെന്നാ പറയണത്, ഭക്ഷണം നിൽക്കാൻ വേണ്ടി. ഒന്നുമില്ല, ഇവിടെ ഞാൻ ലൈഫ് നെറ്റിലെ ആണുങ്ങളെ ആരും ഇല്ല, എല്ലാം ഞാൻ മാത്രമാണ്. ഞാൻ സത്യത്തിന്റെ കൂടെയാ നിൽക്കുന്നത്. ചേച്ചി സത്യങ്ങൾ തന്നെ തുറന്നു പറയുന്നത്. ഞങ്ങൾ ഒന്നിച്ചു ചിരിച്ചിരിച്ച് കരഞ്ഞു പോകുന്ന കേട്ടോ. അല്ല ചേട്ടാ, എന്നാലും ഒന്ന് പറഞ്ഞേ, ചേട്ടൻ എത്ര പറഞ്ഞിട്ട് നീ മാറില്ല, അതുകൊണ്ട് ഇനി ഞാൻ ആ പറച്ചിൽ നിർത്തി എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞപ്പോ ചേട്ടൻ റിസോർട്ടിന്റെ ലോകത്തിലാണ്. ഇപ്പൊ മൂന്നാർ തന്നെ പുതിയത് അടുത്തത് വരുന്നു, അടിമാലിയിൽ വരുന്നു, പിന്നെ ഇവിടെ നാട്ടില് കാലടിയിൽ തന്നെ 2-3 എണ്ണം വരാൻ പോകുന്നു. അങ്ങനെ ഇപ്പം മൊത്തം ചേട്ടനിലെ ക്രേസ് ഫുൾ ഈ റിയൽ എസ്റ്റേറ്റും റിസോർട്ടും ഇതൊക്കെ തന്നെയാണോ? ആണ്. ഇപ്പൊ അതും ഒരു പീരീഡ് എത്തിക്കഴിയുമ്പോഴത്തേക്ക്, കാരണം പർക്കാട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാറിൽ സീസൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബുക്കിംഗ് ആയി പോകുന്ന പർക്കാട്ട് റിസോർട്ട്. അത് ആ ലിസ്റ്റിൽ ഒന്നുണ്ട്, പർക്കാട്ടും ഉണ്ട് എന്തായാലും. അപ്പം അത് അതുപോലെ ബാക്കി റിസോർട്ടും ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ രീതിയിൽ ചേട്ടൻ അടുത്ത എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങുമോ? ആയുർവേദിക് ഫീൽഡ് മനസ്സിൽ പ്ലാൻ. നമുക്കും ആവശ്യം വരും. അത് കണ്ടിട്ട് അതാണ് ഇനി അടുത്തത്. കാരണം ഇന്നത്തെ മക്കളൊന്നും നോക്കുന്നൊന്നും പറയാൻ പറ്റില്ല. പിള്ളേര് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ വെക്കണ്ട. നമുക്ക് പോയി കിടക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് സ്ഥലം വേണല്ലോ. അതെ, അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ വർക്ക് ഇൻ പ്രോഗ്രസ്സില്. ഇനി ആയുർവേദിക് ആക്കി മാറ്റണോ, റിട്ടയർമെന്റ് ഹോം വേണോ, അങ്ങനെ പല പല പ്രോജക്റ്റുകൾ പ്ലാനും ഇത്തിരി അതിന്റെ ഒക്കെ പണികൾ ഇങ്ങനെ നടന്നു. മീറ്റിംഗും കാര്യങ്ങളും അതിന്റെ ഇതൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ. ഇതിനിടയിൽ നിങ്ങൾക്ക് 2 ആൺകുട്ടികളാണ്. അതിൽ 2 പേരും ബിസിനസ്സിനകത്തേക്ക് പർക്കാട്ടി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് സെയിൽസും മാർക്കറ്റിംഗിലും
എല്ലാം അവരും ഇൻവോൾവ് ആണ്. പക്ഷേ ഇപ്പൊ തന്നോളം ഒപ്പം എത്തിയ മക്കളാണ് അവർ. ഇന്നത്തെ ജനറേഷനിലെ കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് ഡീലിങ്സ് കുറച്ചും കൂടെ അറിയാവുന്ന കുട്ടികളാണ്. പ്രകാശ് ചേട്ടന്റെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് അവരാണെങ്കിൽ പോലും അവരെങ്ങനെയാ ചേച്ചി, ചേട്ടനോടാണോ ചേച്ചിയോടാണോ അവർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്? അവര് മക്കളാണോ? ആൺകുട്ടികളല്ലേ, ആൺകുട്ടികളാകുമ്പോ ഇവരല്ല ഈ പിള്ളേരെ ചീത്തയാക്കുന്നത്. ഞാന് കണ്ടോ കണ്ടോ? കണ്ടോ ആ എന്ത് ചെയ്തിട്ടാണ് പിള്ളേര് ചീത്ത ചെയ്ത്? അമ്മമാരാണല്ലോ പിള്ളേര് പിള്ളേര് ചീത്ത ചീത്ത ആയിട്ടില്ല. ചീത്തയല്ല ഞാൻ പറഞ്ഞത്, ചീത്തയാക്കണത് മെയിനായിട്ട്. എന്ത് ചേച്ചി ചെയ്തിട്ടാ ചീത്തയാക്കിയേ? അങ്ങനെയല്ല മടിയന്മാരെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. മടിയന്മാരാക്കും അവര് രാവിലെ കിടന്ന് ഉറങ്ങി നേരത്തെ എണീറ്റില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് വർക്കിലേക്കൊന്നും പോയില്ലെങ്കിൽ ഞാൻ സാരില്ല, അവര് ഇച്ചിരി വൈകിപ്പോയി, സാരില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. ഈ ബിസിനസ്സിനിടയിൽ ഇതൊക്കെ ടെൻഷൻ ഒക്കെ അല്ലേ നമുക്ക്? അപ്പൊ നിങ്ങൾക്കും ഒന്ന് റിലാക്സ്ഡ് ആവണം എന്നൊക്കെ തോന്നാറില്ല? അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചേട്ടൻ പറഞ്ഞ സമയമില്ല, അപ്പൊ ചേട്ടൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നാറില്ലേ? അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെ എടുക്കണ ഇടയ്ക്ക് ഒരു 2 ദിവസത്തേക്ക് നമുക്കൊന്ന് ഒരു ഇടയ്ക്ക് അങ്ങനെയൊക്കെ യാത്ര കുറവാണ്. ആണോ? പിന്നെ എന്താന്ന് വെച്ചാൽ രണ്ടുപേരും ബിസിനസ് ചെയ്യുന്ന ഭയങ്കര പാഷനിലാ ചെയ്യുന്നത്. പ്രീതിക്ക് സമയം ഉണ്ടാവില്ല, എനിക്ക് സമയമുള്ളപ്പോ പ്രീതിക്ക് സമയം ഉണ്ടാവില്ല, ഇതിലൊക്കെ തിരക്കായിരിക്കില്ല. പിന്നെ ഈ ഞാൻ ഒരിക്കലും ബിസിനസ് ചെയ്യുന്നത് ടെൻഷൻ അടിച്ചിട്ടല്ല ചെയ്യുന്നത്, ഇഷ്ടത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാ ചെയ്യണേ. അപ്പൊ നമ്മളത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ വേറൊരു റിലാക്സേഷൻ എന്ന് പറയുന്ന മൂഡൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മളുള്ളത് ഭയങ്കര പാഷനില് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്നു. പ്രാശന് അതുപോലെ തന്നെയാ. ഞാൻ ചോദിക്കും എന്തിനു ഇത്ര കഷ്ടപ്പെടുന്ന ഈ ഇങ്ങനെ നടന്ന് ഇനിയിപ്പൊ നമ്മള് കുറച്ചൊക്കെ റിലാക്സ് ചെയ്യാന്ന്. ഞാൻ അങ്ങനെയാണ്, ഞാനും ഇതുപോലെ തന്നെ തിരക്കാണെങ്കിൽ ഞാൻ പറയും പ്രാശന്റെ അടുത്ത് കുറച്ച് റിലാക്സ് ചെയ്യും. പ്രായമില്ല പ്രകാശന്, ഈ ഇന്റർവ്യൂ ഓടിക്കും. എന്നും കിട്ടില്ല ഞാൻ വിളിച്ചല്ലോ ഇങ്ങോട്ട് വന്നതല്ലേ. അതെ ചേട്ടാ, അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയാതെ നിവർത്തിയില്ല. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പ്രാശന് അന്ന് 32 വയസ്സുണ്ട് അല്ലേ, 31 വയസ്സ്, 31, ഞാന് 22. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു 9 അത്രയും വേരിയേഷൻ ഉണ്ട്. അമ്മയ്ക്ക് 82 വയസ്സുണ്ട്. അപ്പൊ ഞാൻ വന്ന സമയത്ത് തൊട്ട് അമ്മ പറയും എന്റെ മോന് 28 വയസ്സ്. 10 വർഷം കഴിഞ്ഞപ്പോഴും അമ്മ പറയും എന്റെ മോന് എന്നും 28, എന്നും അമ്മയ്ക്ക് എന്നും 62. അമ്മയ്ക്ക് 62, 28. എനിക്ക് 22 എന്നുള്ളത് അങ്ങ് 32, 42 ഒക്കെ ആവും. അവക്ക് അത്ര പ്രായമുണ്ട്, അവക്ക് അത്രയാണ്. അപ്പൊ പ്രാശന്റെ ഏജ് തൊട്ട് കളിച്ച ആള് വയലന്റ്. രണ്ടുപേരും അങ്ങനെ തന്നെയായിരുന്നു. 28. അതെ, 28, എപ്പോഴും 28. ഓക്കെ. ഇനി നിങ്ങളുടെ ഫാമിലി ടൈമും കൂടെ എങ്ങനെയാ എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങനെ ഒരു ടൈം? ഞങ്ങളെല്ലാരും കൂടെ ശരിക്കും ഒരുമിച്ചുള്ള സമയം വളരെ കുറവാണ്. പിന്നെ ഉള്ള ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ ഡൈനിങ് ടൈമിലൊക്കെ ആയിരിക്കും. ഒരുമിച്ച് ഈവനിങ് ഉള്ള ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും ഞങ്ങളുടെ ബിസിനസ് ചർച്ചയും ഇന്നോവേറ്റീവ് ഐഡിയാസ് വരുന്നതും എല്ലാം ആ ഒരു ടൈമിലായിരിക്കും. ഇപ്പം മോളും ഉണ്ടല്ലോ, മോളും കൂടും. മോളും കാര്യം ഡോക്ടറാണെങ്കിലും ആളിവിടെ ഉള്ള ടൈമില് ആളും നല്ല ഐഡിയാസ് ഒക്കെ തരാൻ മിടിക്കുകയാണ്. കുറച്ചുകൂടെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ മോളും ഐഡിയാസ് ഒക്കെ പറയും. പിന്നെ ഏത് പറഞ്ഞാലും പ്രാശനാണ് ലാസ്റ്റ്. എന്ത് പറയാലും ആ ഒരു ഐഡിയ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അതെ, ഈ ഐഡിയ ഒക്കെ കേട്ടിട്ട് പിന്നെ വേറെ വഴിക്കാനുള്ള വരുള്ളൂ. എന്നാലും ഒരു ഫാമിലി ടൈം ഉള്ള സമയം ഹാപ്പിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോണു. ഓക്കേ പ്രകാശ് ചേട്ടാ, എന്തായാലും ഇതിനിടയിൽ ഉണ്ടായിരുന്ന ഒരു ഇടിയും ഇതുമൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് റിയലി ഫൺ. എന്തായാലും എനിക്കും അത്രയും അടുപ്പമുള്ള ഒരു ആൾക്കാരാണ് പ്രകാശ് ചേട്ടനും ചേച്ചി എന്ന് പറഞ്ഞ ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ടുകൂടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു കൗണ്ടർ പറയാൻ തന്നെ പറ്റുന്നത്. എന്തായാലും ശരി ചേട്ടാ. മോളെ ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ ഇത്ര നേരം ഒന്നും ഇരിക്കുകയല്ല. ആണോ? ഇവിടെ രമ്യ ആയതുകൊണ്ട് മാത്രമാണ് നിക്കല്ല. പ്രീതി നീ അറ്റൻഡ് ചെയ്തേരെന്ന് പറഞ്ഞ ആളെ നീറ്റ് സ്റ്റാൻഡ് ഇടും. അയ്യോ സന്തോഷം, ഒരുപാട് താങ്ക് യു പ്രകാശ് ചേട്ടാ, ഒരുപാട് സന്തോഷം. എന്തായാലും ഇനിയും ചേട്ടൻ ഓരോന്നും ചേട്ടന്റെ ആ ഒരു കാൽക്കുലേഷനും ബിൽ പവറും അതൊക്കെ ഇനിയും സൂപ്പറായിട്ട് തന്നെ നിന്ന് ഓരോ പടി മുന്നോട്ട് വെക്കുമ്പോഴും നല്ല രീതിയിൽ തന്നെ പറക്കാട്ട് തിളങ്ങി തന്നെ നിൽക്കട്ടെ. ചേട്ടന്റെ ഷർട്ടിലെ തിളക്കം പോലെ, നിങ്ങളുടെ ജീവിതത്തിലെ തിളക്കം പോലെ, പറക്കാട്ട് വീട്ടിലും റിസോർട്ടിലും നമ്മൾ ജ്വല്ലറിയിലും ഒക്കെ കാണുന്ന തിളക്കം എപ്പോഴും നിങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ശരിക്കും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.